യുവർ യൂട്യൂബ് ചാനൽ അച്ചോംലു ഡയറീസ്. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ 1 ഡേ ഓർ ഹാഫ് ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അന്ന് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് കണ്ടു നോക്കൂ. വേറെ എവിടേക്കുമല്ല, ബണ്ണാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. മിക്കവർക്കും അറിയായിരിക്കില്ലേ, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് സഫാരി, അതും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മൾ മിക്കവരും സൂലായിരിക്കില്ലേ അനിമൽസിനെയൊക്കെ കണ്ടിട്ടുണ്ടാവുക, അത് ജസ്റ്റ് ഒന്ന് കൂട്ടിൽ അടച്ചിട്ടിട്ടുള്ള അനിമൽസ്. പക്ഷെ ഇവിടെ നമ്മൾ അതല്ല, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ലൈവായിട്ട് അനിമൽസ് ഇങ്ങനെ റോട്ടിൽ കൂടെയും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയും ഒക്കെ നടന്നു പോകുന്നതും അവർ ഭക്ഷണം കഴിക്കുന്നതും അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ലൈവായിട്ട് കാണാൻ പോവാണ്. പക്ഷെ നമ്മൾ പോണതോ നമ്മളൊരു കൂട്ടിലാക്കിയ പോലെ ഒരു ബസ്സിലാണ് കേട്ടോ. ഞാൻ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാറിലാണെങ്കിലും ജീപ്പിലാണെങ്കിലൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ബസ്സിലാണെങ്കിൽ ഒരു 380 റുപ്പീസാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ബസ്സിൽ പോകുമ്പോൾ ആ ബസ് മുഴുവൻ ഒരു ഗ്രില്ലിട്ടിട്ട് കവർഡ് ആയിരിക്കും. അതായത് നമ്മളൊരു കൂട്ടിൻ്റെ ഉള്ളിലും അവരിങ്ങനെ അയച്ചു വിട്ടിട്ടുള്ളതും. അങ്ങനെയാണ് നമ്മളിന്ന് സഫാരി പോകാൻ പോണത്. അങ്ങനെ നമ്മുടെ സഫാരി രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ രാവിലെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു. 9:30ക്കാണ് അവിടെ ഓപ്പണിങ്. അങ്ങനെ 9:30ക്ക് ഓപ്പൺ ചെയ്തും ഫസ്റ്റ് സഫാരി ആയിട്ട് തന്നെ നമ്മൾ പോയ സമയത്ത് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ്ടംമാതിരി മാനുകളാണ് കേട്ടോ. സൂവിലൊക്കെ പോയാൽ നമ്മൾ 1-2 മാനുകൾ അത്രയല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ആയിരക്കണക്കിന് മാനുകളാണ് ഞാൻ കണ്ടത്. അതും കൂട്ടം കൂട്ടമായിട്ട് വെള്ളം കുടിക്കുന്നു, അവരുടെ ഫുഡ് കഴിക്കുന്നു. അത് റിയലി നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞതും ആനയാണ് കേട്ടോ കണ്ടത്. നിങ്ങൾ വിചാരിക്കും ആന എന്താല്ലേ ഇത്ര പ്രത്യേകതയുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണാൻ പറ്റുന്നൊരു സംഭവമാണല്ലേ. എന്നാൽ പക്ഷേ ചെറിയ ഇപ്പം പ്രസവിച്ച ആനകൾ നമ്മൾക്ക് അധികം കാണാൻ പറ്റില്ല അല്ലേ. ഞാൻ അവിടെ ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 1 മന്ത്സ് ഒക്കെ പ്രായമുള്ള ആനകളിനെ കാണാൻ പറ്റി കേട്ടോ. അതൊരു നല്ല രസകരമായിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞതും കുറേ കരടികൾ പറഞ്ഞു വെച്ചാൽ റോട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞതും പുലിനെയൊക്കെ കണ്ടപ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ. ഇത്രയ്ക്ക് അടുത്ത് പുലീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞതും സിംഹം അങ്ങനെ നല്ല ഭംഗിയുള്ള സിംഹമൊന്നും കാണാൻ പറ്റിയില്ല. ഒരു 2-3 സിംഹം അത്രേ കാണാൻ പറ്റിയുള്ളൂ. അങ്ങനെ നമ്മുടെ സഫാരി അവസാനിച്ചു കേട്ടോ. എന്നാലും കുറേ അത്യാവശ്യം നല്ല മൃഗങ്ങളിനെയൊക്കെ കാണാൻ പറ്റി. അവരൊരു അരമണിക്കൂറേ സഫാരി പറഞ്ഞെങ്കിലും നമ്മളൊരു ഏകദേശം ഒരു 1.5 മണിക്കൂർ സഫാരി സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ സഫാരി അവസാനിച്ചു. അങ്ങനെ സഫാരി അവസാനിച്ച് നമ്മൾ എത്തിയത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. അടുത്ത് തന്നെ ബട്ടർഫ്ലൈ പാർക്കും സൂവും രണ്ടും അടുത്തടുത്താണ്. ഫസ്റ്റ് നമ്മൾ എന്തായാലും ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ 380 റുപ്പീസിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ പാർക്കും. അങ്ങനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബട്ടർഫ്ലൈസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ആകെ വളരെ നമ്മൾ സുലഭമായ നാട്ടിൽ കാണപ്പെടുന്ന കുറച്ചെണ്ണം അത്രേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് എക്സിബിഷൻ പോലെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴു, ചേരട്ട, തേള്, അതുപോലെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിള്, അത് കാണാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ ബട്ടർഫ്ലൈസ് ജസ്റ്റ് പറന്നു പോകുന്നതും അല്ലെങ്കിൽ ഒരു പ്യൂപ്പ അത് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ ലൈഫ് സൈക്കിൾ ഒറ്റയടിക്ക് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു 1/2 അവർ അത്രേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ടൈം എന്ന് വെച്ചാൽ നമുക്ക് മടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇരുന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക്സും അലൗഡ് അല്ല. നമ്മൾ ഫുഡ്സൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പാക്കറ്റിലുള്ള ഫുഡ്സൊക്കെ നമ്മൾ പൊട്ടിച്ച് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വേണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവർ ഒരിക്കലും അലൗ ചെയ്യില്ല. നമ്മളൊരു 1/2 മണിക്കൂർ ബട്ടർഫ്ലൈ പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പോയത് സൂവിലേക്കാണ് കേട്ടോ. സൂവിലേക്ക് ആദ്യം കയറിയത് തന്നെ ഞാൻ കാട്ടിലൊന്നും കാണാത്തൊരു സംഭവമായ സീബ്ര കണ്ടു. അത് നല്ല ഇഷ്ടമായി കേട്ടോ. അതിനുശേഷം ഒരു ജിറാഫ്, പിന്നെ പുലി, സിംഹം എല്ലാം നമ്മൾ കാട്ടിൽ കണ്ട അതേ സംഭവങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം പശു എന്നാണ് പറഞ്ഞത് കേട്ടോ. കാട്ടിലെ പശു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നതും കാണുന്നതും. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം പോകുമ്പോൾ തന്നെ കുറേ പാമ്പുകൾ, കുരങ്ങന്മാർ, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേഡ്സ്, ഇതെല്ലാം ഞാൻ കണ്ടു കേട്ടോ. അതിനുശേഷം കുറച്ച് കുരങ്ങന്മാരുടെ കളി കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചെറുതും വലുതുമായ കുരങ്ങന്മാരൊക്കെ
നല്ലപോലെ ആസ്വദിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വികൃതിയും കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ഹിപ്പപ്പൊട്ടാമസ് ആയിരുന്നു കേട്ടോ. അത് ഹിപ്പപ്പൊട്ടാമസ് ആണെന്ന് മനസ്സിലാക്കാൻ തന്നെ കുറേ ടൈം എടുത്തു. വെള്ളത്തിനുള്ളിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഒരു പാറ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അതും കണ്ട് ആസ്വദിച്ചിട്ട് സൂവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി നല്ല ചീസ് ബോൾസും വാങ്ങി കഴിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ സൂവിൽ അവിടെ ഇവിടെ ആയിട്ട് കറങ്ങി നടന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും സമയം ഒരു 1:30 അപ്പോഴാണ് നമ്മുടെ മലയാളികളുടെ ഇപ്പോഴത്തെ വീക്ക്നെസ്സായ മന്തി കഴിക്കാനൊരു കൊതി. എന്നാൽ പിന്നെ ബാംഗ്ലൂർ എവിടെ മന്തി കിട്ടുമെന്ന് നോക്കിയപ്പോഴാണ് അടുത്ത് തന്നെ ഒരു സൂഫി മന്തി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ അതേ സൂഫി മന്തി. പിന്നെ എന്തു വേണം ഇല്ലേ? അപ്പോൾ വേഗം തന്നെ വണ്ടിയെടുത്ത് സൂഫി മന്തിയിലേക്ക് വിട്ടു. ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ നിന്ന് ഒരു അരമണിക്കൂർ പോയാൽ നമ്മുടെ സൂഫി മന്തി എത്തും കേട്ടോ. അങ്ങനെ അവിടെ പോയി അടിപൊളി ഒരു മന്തിയും കഴിച്ച് നമ്മുടെ ഡേ അവസാനിപ്പിച്ചു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരാവേ. അതുവരെ ബൈ ബൈ.